ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് ഞാൻ കൂൺ ഷെഡ് വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കൊല്ലമായി നിർത്തി വെച്ചിട്ട് ഒരു കൊല്ലത്തിന് മേലെ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ടാങ്കിൽ വെള്ളം നിറയ്ക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നല്ല വെള്ളം ഒഴിക്കാം. ഇതിൽ വെള്ളം ഒന്ന് കളയട്ടെ ഫുള്ളും. നമുക്ക് പുതിയ വെള്ളം ഒഴിക്കണം. ഇതൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും വേണം. മണ്ണൊക്കെ ഊറി നിൽക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ. ഒന്ന് മണ്ണൊക്കെ അതിലേക്കൂടെ പോയിക്കോളും. ഇതിൽ വേണം നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഇഷ്ടംപോലെ മുക്കി മറിക്കലുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മുക്കി മറിക്കണം. കുറച്ചൊക്കെ മുക്കി മറിക്കുകയല്ല ചെയ്യുന്നു. ഞാൻ ഇതിനായിട്ട് വെച്ചിരിക്കട്ടോ ഇങ്ങനത്തെ ഒരു നിലം തുടക്കുന്നത്. അപ്പോൾ അതിനോട് ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഒഴിക്കുക. ഇതേ നടക്കുള്ളൂ. നമുക്കൊന്നും ഇതിലിറങ്ങാൻ പറ്റില്ല. പിന്നെ ഒറ്റയ്ക്ക് വേണം എല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ഇങ്ങനെ മുറിക്കുക ഒഴിയാൻ. ഇതേപ്പോൾ നടക്കുള്ളൂ. ഇതിലിറങ്ങണമെങ്കിൽ ചെറിയ കുട്ടികളായിട്ട് ഇറങ്ങാൻ പറ്റില്ല, വലിയവർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇത് പൊട്ടിപ്പോകും. ഇത് പഴയൊരു ടാങ്കാണ്. അപ്പോൾ ഞാൻ അടക്കുന്നില്ല ഇതിന്. അതുകൊണ്ട് അടപ്പില്ലാത്തതുകൊണ്ട് കൊതുക് മുട്ടയിടുന്നതുകൊണ്ട് ഇതുപോലത്തെ ഗ്രീൻ ഹൗസ് തുണി വെച്ചിട്ട് അടക്കുകയാണ്. ഇതേപോലെ എല്ലാം പിഴിഞ്ഞെടുക്കണം. കഴിഞ്ഞു. ഞാനിന്ന് കൂൺ ഷെഡും കൂടി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു. എനിക്കത് നടക്കില്ല. അപ്പോൾ നമുക്കിന്ന് ടാങ്ക് വൃത്തിയാക്കിയിട്ട് നാളെ കൂൺ ഷെഡ് വൃത്തിയാക്കണം. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിലെ കല്ല് ഞാൻ കുറേ നേരം എടുക്കാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇതിലെന്താ ഇറങ്ങാൻ പറ്റാത്ത വീടാണ്. ഇവിടെയൊക്കെ നമ്മൾ അടച്ചിരിക്കുകയാണ്. ഇതൊരു പഴയ ടാങ്ക് വെറുതെ കളയേണ്ട വെച്ചിട്ട് ഞാനിപ്പോൾ അടപ്പൊക്കെ മുറിച്ച് ഇതിലിപ്പോൾ ഇത്രോളം വെള്ളം നിറയ്ക്കുന്നുണ്ട്. 3/4 നിറയ്ക്കണം. അന്നേരം അത് നിറയുന്ന ടൈം കൊണ്ട് നമുക്ക് ഇത് ഈ ഗ്രീൻ ഹൗസിൻ്റെ തുണിയില്ലേ, ഈ നിറയുന്ന ടൈം കൊണ്ട് ഗ്രീൻ ഹൗസിൻ്റെ തുണിയൊന്ന് അയച്ചിട്ട് മാറ്റി കെട്ടണം. ഇതിൽ കൊതുക് കയറാത്ത തരത്തിൽ. പിന്നെ ഇത് നിറയുമ്പോൾ നമുക്ക് ചുറ്റുള്ള വൃത്തിയാക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ പിടിക്കും. ഉപ്പിൽ വരാണ്ടിരിക്കാനും ഇതിട്ട് കൊടുക്കണം. വെള്ളം ശുദ്ധീകരിക്കുന്നതാണ് പൊട്ടാസ്യം കാർബണേറ്റ്. ഇതിലിട്ട് കൊടുത്താൽ മതി. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. കണ്ടോ, നീ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ അവിടെ പോയിട്ട് ഞാൻ മോട്ടർ ഓണാക്കിയിട്ട് തരാം. ഈ കൂൺ ഷെഡിൻ്റെ ഉള്ളിലാണ് മോട്ടർ ഉള്ളത്. ഇപ്പോൾ വെള്ളം ചാടുന്നുണ്ട്. ഓസ് ഇട്ടിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. എന്നാൽ വേഗം വെള്ളം ചാടും. കുറേ ദിവസം ഒരു കൊല്ലമായി കിടക്കുന്നതാണ്. അതുകൊണ്ട് നനയാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് നനച്ച് കൊടുക്കാം. പേടിന് അത്ര കേടില്ല. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.